പ്രതികാരത്തിൻ്റെയും പോരാട്ടങ്ങളുടെയും രക്തരൂഷിതമായ ചരിത്രമെഴുതിയ ഒരു രാജ്യത്തെ വിശുദ്ധിയിലേക്ക് നയിച്ച് വിശുദ്ധയായി തീർന്നവളാണ് സ്കോട്ട്ലൻഡിലെ മഹാറാണിയായിരുന്ന മാർഗരറ്റ്. അതെ, വിശ്വപ്രസിദ്ധ ഷേക്സ്പീരിയൻ നാടകമായ മാക്ബത്തിലെ കഥാപാത്രമായി തീർന്ന മാൽക്കം രാജാവിൻ്റെ പ്രിയ പത്നി. വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള അളവറ്റ ഭക്തിയും താല്പര്യവുമാണ് മാർഗരറ്റിനെ ബാല്യത്തിലെ ക്രിസ്തുവിലേക്ക് തിരിച്ചത്. മറ്റെല്ലാ പുസ്തകങ്ങളെയുംക്കാൾ ഉപരി അവൾ വിശുദ്ധ ഗ്രന്ഥത്തെ സ്നേഹിച്ചു. സമപ്രായക്കാരായ കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി നടക്കുമ്പോൾ മാർഗരറ്റ് മുറിയിലിരുന്ന് വിശുദ്ധ ബൈബിളിലെ വാക്യങ്ങൾ മനഃപ്പാഠമാക്കാൻ പ്രയത്നിച്ചു. വായിക്കുന്ന വാക്യങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ള അസാധാരണമായ ഓർമ്മശക്തിയും അവൾക്കുണ്ടായിരുന്നു. ഒരു ദിവസം 20 ദൈവവചനങ്ങളെങ്കിലും ഇങ്ങനെ ഉരുവിട്ട് പഠിക്കുകയും മറ്റുള്ളവരോട് പറയാൻ ശ്രമിക്കുകയും ചെയ്യുമായിരുന്നു അവൾ. ജീവിതം വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ അഴിച്ചു പണിയണമെന്ന് മറ്റുള്ളവരോട് പറയുന്നതിനാണ് മാർഗരറ്റ് ദൈവവചനം ഹൃദിസ്ഥമാക്കിയത്. ജീവകാരുണ്യ പ്രവൃത്തികളിലും അവൾ അടിയുറച്ച ജീവിതം നയിച്ചു. അതുകൊണ്ട് തന്നെ മാർഗരറ്റിൻ്റെ സാന്നിധ്യത്തെയും വാക്കുകളെയും എല്ലാവരും ഇഷ്ടപ്പെട്ടു. ഇംഗ്ലണ്ടിലെ രാജാവായ എഡ്വേർഡിൻ്റെയും അഗാത്തയുടെയും 3ാമത്തെ പുത്രിയായിട്ട് 1046 വിശുദ്ധ മാർഗരറ്റിൻ്റെ ജനനം. സഹോദരി ക്രിസ്റ്റൈൻ കന്യകാമഠത്തിൽ ചേർന്നിരുന്നു. വീട്ടിലെ പ്രാർത്ഥനാന്തരീക്ഷം ദേവാലയവുമായി അടുത്ത ആത്മബന്ധം സൃഷ്ടിക്കുന്നതിന് വഴിയൊരുക്കി. സമയം കിട്ടുമ്പോഴെല്ലാം അവൾ ദേവാലയത്തിൽ പോകും. ദിവ്യനാഥൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കുന്നതിന് അവൾക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. മാർഗരറ്റിന് 8 വയസ്സുള്ളപ്പോൾ അവളുടെ പ്രിയപ്പെട്ട അപ്പൻ മരിച്ചു. പിതാവ് മരിച്ച ദുഃഖം അവളുടെ കുഞ്ഞു ഹൃദയത്തെ നൊമ്പരപ്പെടുത്തി. എന്നിട്ടും അവൾ പിന്നിലേക്ക് പോയില്ല. അക്കാലത്ത് ജീവിച്ചിരുന്ന പുണ്യപുരുഷന്മാരായ ധാരാളം പേർ അവളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തി. സഹോദരനായ എഡ്ഗാർ ഭരണ ചുമതല ഏറ്റെടുത്തു. അക്കാലത്ത് അതിശക്തനായ ഹാരോൾഡ് ഒരു വലിയ സൈന്യവുമായി വന്ന് രാജ്യം കീഴടക്കി. യുദ്ധതന്ത്രങ്ങളെക്കുറിച്ച് അജ്ഞനായിരുന്ന എഡ്ഗാറിന് ഈ ദുരവസ്ഥയിൽ നിന്നും തന്നെ കരകയറ്റണമെന്ന് നിശബ്ദമായി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. അങ്ങനെയിരിക്കെ നോർമണ്ടിലെ വില്യം ഇംഗ്ലണ്ട് ആക്രമിക്കുകയും യുദ്ധത്തിൽ ഹാരോൾഡിനെ കൊല്ലുകയും ചെയ്തു. തുടർന്ന് വില്യം ഭരണാധികാരിയായി. അക്കാലത്ത് യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവിനെയും കുടുംബത്തെയും ഉന്മൂലനം ചെയ്യുക എന്നത് അധികാരത്തിലേറുന്ന രാജാവിൻ്റെ ഇഷ്ടവിനോദങ്ങളിലൊന്നായിരുന്നു. അഗാത്ത തൻ്റെ 3 കുട്ടികളെയും എടുത്ത് സൗകര്യപ്രദമായ ഒരു ഒളിവ് സങ്കേതത്തിലേക്ക് മാറി. എന്നാൽ ആ സങ്കേതവും അത്ര സുരക്ഷിതമായിരുന്നില്ല. കുട്ടികളുടെ ജീവനെ ഹനിക്കുക എന്നുള്ളതായിരുന്നു വില്യം രാജാവിൻ്റെ ദൗത്യമെന്ന് ഒരു ദൂതൻ അതീവ രഹസ്യമായി അഗാത്തയെ അറിയിച്ചു. ബോട്ട് മാർഗം സ്കോട്ട്ലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള മാർഗവും ദൂതനൊരുക്കി. അങ്ങനെ അവർ സ്കോട്ട്ലൻഡിൽ എത്തി. അന്നാട്ടിലെ ഭരണാധികാരിയായിരുന്നു മാൽക്കം രാജാവ്. മാക്ബത്ത് നാടകത്തിൽ ഒരു പ്രധാന കഥാപാത്രമായി ഷേക്സ്പിയർ ഇദ്ദേഹത്തെ അവതരിപ്പിക്കുന്നുണ്ട്. മാൽക്കമിൻ്റെ പിതാവായ ഡങ്കൻ ചക്രവർത്തിയെ വിശ്വസ്ത സൈന്യാധിപനായ മാക്ബത്ത് വധിച്ചു. തന്നെയും കൊല്ലാനൊരുങ്ങിയ മാക്ബത്തിനെ ഭയന്ന് മാൽക്കം ഇംഗ്ലണ്ടിലേക്ക് രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് ശക്തനായി മടങ്ങിയെത്തിയ അയാൾ മാക്ബത്തിനെ പരാജയപ്പെടുത്തി സ്കോട്ട്ലൻഡിൻ്റെ ഭരണാധികാരിയാകുന്നു. അവിടെ എത്തിയ അഗാത്ത തൻ്റെ കുട്ടികളോടൊപ്പം മാൽക്കമിൻ്റെ കൊട്ടാരത്തിൽ അഭയം തേടി. ഒരു മുൻ രാജ്ഞിയും മക്കളുമാണ് തൻ്റെ കൊട്ടാരത്തിൽ അഭയാർത്ഥികളെ പോലെ കഴിയുന്നതെന്ന സത്യം മനസ്സിലാക്കിയ മാൽക്കമിന് അവരോട് അനുകമ്പയും താല്പര്യവും വർദ്ധിച്ചു. കൂടുതൽ സുരക്ഷിതത്വവും സൗകര്യങ്ങളും അദ്ദേഹം അവർക്ക് നൽകി. ഇംഗ്ലണ്ടിലെ രാജാവായ വില്യം ഈ വിവരങ്ങളൊക്കെയും അറിഞ്ഞു. രാജ്ഞിയെയും കുഞ്ഞുങ്ങളെയും ഉടൻ ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചയക്കണമെന്നൊരു സന്ദേശം അയാൾ ഒരു ദൂതൻ വശം മാൽക്കമിന് കൊടുത്തയച്ചു. എന്നാൽ വില്യം അവരെ വധിച്ചേക്കുമെന്ന് ഗ്രഹിച്ചിരുന്ന മാൽക്കം അവരെ വിട്ടയക്കാൻ തയ്യാറായില്ല. ഇത് വില്യമിനെ രോഷാകുലനാക്കി.